ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ട്രെൻഡിങ് ആയ വാട്ടർ പൂരി ഒന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? കുറേ ദിവസമായി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ അതായിരിക്കട്ടെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ പൂരിക്ക് വേണ്ട മാവൊക്കെ കുഴച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു പൂരിയുടെ ഷേപ്പിലൊക്കെ നമ്മുടെ കറക്റ്റ് റൗണ്ട് വന്നില്ലെങ്കിലും ഒരു ഏകദേശം പൂരിയുടെ ഷേപ്പിലൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതുപോലെ വാട്ടർ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴക്കുമ്പോൾ അല്പം അധികം തന്നെ ഉപ്പിട്ട് കൊടുക്കണം. വെള്ളത്തിൽ വേവിക്കുന്നതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പ് ഇട്ട് എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൂരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം പൂരി വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അടിവശത്ത് ഇങ്ങനെ പോയി നിൽക്കുകയാണ് ചെയ്യുക. പിന്നെ ഒന്ന് വെന്ത് കഴിഞ്ഞാലാണത് മുകളിലേക്കൊന്ന് പൊങ്ങി വരിക. അങ്ങനെ മുകളിലേക്ക് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അപ്പറേ സൈഡിലോട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്, അതൊന്ന് തിരിച്ചിട്ട് അപ്പറേ സൈഡ് കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. നമ്മൾ എണ്ണയിൽ വറക്കുന്ന പൂരിയുടെ ടേസ്റ്റോ അല്ലെങ്കിൽ അതുപോലെ കുമ്പളകളായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നതോ ഒന്നും നമ്മൾ ഈ വാട്ടർ പൂരിക്ക് പ്രതീക്ഷിക്കരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോഴുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ജസ്റ്റ് ആ മാവ് വെള്ളത്തിൽ വെന്ത് വരുന്നു, അത് മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടാൻ യാതൊരുവിധ ചാൻസും ഇല്ല. നമ്മൾ പൂരി കഴിച്ചിട്ട് ഇതൊരു പൂരി എന്നുള്ള പേരിൽ കഴിക്കാൻ പറ്റില്ല. ഇത് വേറൊരു പലഹാരം. നമുക്ക് ഡയബറ്റീസുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ കഴിക്കാൻ പറ്റാത്ത ചില അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടാൻ യാതൊരുവിധ ചാൻസും ഇല്ല. ഞാനിവിടെ കുട്ടികൾക്കൊക്കെ കൊടുത്തപ്പോൾ അവർക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസ് ആയ ആൾക്കാർക്കോ അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കോ അവർക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ വാട്ടർ പൂരി. ഇതിപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയ ഒരു പൂരിയാണ്. ബട്ട് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഇതൊരു പലഹാരം തന്നെയാണ്. അവർ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കുന്ന ഒരു പലഹാരമാണ് ഈ വാട്ടർ പൂരി. അവരവിടെ തണ്ണീർ പൂരി അല്ലെങ്കിൽ തണ്ണിപ്പൂരി അങ്ങനെയൊക്കെയാണ് പേര് പറയാറ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പം ട്രെൻഡിങ് ആയതുകൊണ്ടാണ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഞാനിവിടെ 2 പൂരി മാത്രമേ ചുട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ അവർക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വാട്ടർ പൂരി റെസിപ്പി അവിടെ നിർത്തി. അടുത്ത നമ്മൾ സാധാരണ എണ്ണയിൽ വറുക്കുന്ന പൂരിയിലോട്ട് കടന്ന്. ഈ പൂരിയാണല്ലോ നമ്മൾ പൂരി എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങിയത്. നമ്മുടെ മനസ്സിൽ ആ പൂരിയുടെ ഒരു അവരുടെ പിക്ചർ ഇതാണല്ലോ. അപ്പോൾ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവർ കഴിക്കാത്തതുകൊണ്ട് നമ്മൾ എണ്ണയിൽ വറുത്ത പൂരിയിലോട്ട് തന്നെ കടന്നു. അപ്പോൾ എണ്ണയിൽ വറുത്ത പൂരി പോലെ ഇങ്ങനെ പൊങ്ങി വന്നില്ല, പക്ഷേ എങ്കിൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നില്ല. വാട്ടർ പൂരിക്ക് ടേസ്റ്റ് ഉണ്ട്. നമ്മൾ അതിലെന്തെങ്കിലും ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ച് കഴിക്കുവാണെങ്കിൽ ടേസ്റ്റ് ഉണ്ട്. ഒരു സ്നാക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഈവനിങ് സ്നാക്സോ അങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും. കുട്ടികൾ കഴിച്ചില്ലെങ്കിലും നമുക്ക് മുതിർന്ന ആൾക്കാർക്കോ അല്ല വയസ്സായ ആൾക്കാർക്കൊക്കെ കൊടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച 2 പൂരി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ വാട്ടർ പൂരിയാണ് ഞാനിപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനൊരു ഒട്ടലുണ്ട്. ഒരു നമ്മളിങ്ങനെ കൈ വെച്ച് ജസ്റ്റ് ടച്ച് ചെയ്താൽ തന്നെ അതിനൊരു ഒട്ടലുണ്ട്. പിന്നെ ഒരു നമ്മൾ ഈ റബ്ബറൊക്കെ പോലെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലാണ് റബ്ബർ പോലെ ഇങ്ങനെ വലിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ കറിയൊന്നും കൂട്ടി കഴിക്കാൻ, അതിന് പൂരി മസാല കറി എന്നില്ല ആ രീതിയിലോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെയൊന്നും കൂട്ടി കഴിക്കാൻ പറ്റില്ല. അതിന് നമ്മുടെ സാധാരണ ഈ ഒരു പൂരി തന്നെ വേണം. ഈ പൂരി കഴിച്ചിട്ട് നമ്മൾ ആ പൂരിയുടെ ഒരു പേരും പറഞ്ഞാൽ അത് കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ എണ്ണയിൽ വറുത്ത പൂരിയാണ് കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ കുമ്പള വന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാൻ പാകത്തിന് കിട്ടും. പക്ഷേ ആ പൂരിയിൽ വാട്ടർ പൂരിയിൽ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ആ മാവൊന്ന് വെന്ത് വന്നത് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ വാട്ടർ പൂരിക്ക് നമ്മളൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൽ നമ്മൾ സവാള, നമ്മുടെ ഈ പാനിപൂരിയുടെ ഒക്കെ മസാലയില്ലേ, സവാളയും ഉരുളക്കിഴങ്ങ് വേവിച്ചതും പിന്നെ ഒരു ചാട്ട് മസാലയൊക്കെ ചേർത്തിട്ട് പിന്നെ കുറച്ച് സോസും അതൊക്കെ ചേർത്തിട്ടൊരു മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഫില്ല് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തീർച്ചയായും നിങ്ങൾ ഈ ഒരു വാട്ടർ പൂരി ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ മസാലകൾ ഫില്ല് ചെയ്തിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കും വളരെ ഉപകാരമായിരിക്കും. പിന്നെ നമ്മുടെ മറ്റേ പൂരി നമ്മുടെ പൂരിയുടെ കറി തന്നെ കൂട്ടി കഴിക്കാനായിരിക്കും ബെസ്റ്റ്. വാട്ടർ പൂരി ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും.